ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. മോളെ സ്കൂളിൽ വിട്ടതിന് ശേഷം കേട്ടോ ഞാൻ ഉച്ചത്തേക്കുള്ള കറി തയ്യാറാക്കാൻ പോണേ. മോൾക്ക് ഒരു റൈസാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉച്ചത്തേക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഇന്നലെ ചാള മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാള കൂട്ടാനാണ് കേട്ടോ വയ്ക്കുന്നത്. ചാള ചേമ്പിട്ട് വയ്ക്കാൻ പോവാണ്. ചേമ്പ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ, പറമ്പിൽ ആയതാണ്. അപ്പം അമ്മ ഇത് ഇന്നലെ തന്നെ നന്നാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ചട്ടി വെച്ചിട്ടുണ്ട്. ഗ്യാസുമേലാണ് കേട്ടോ, സ്റ്റൗമേലാണ് കേട്ടോ വയ്ക്കുന്നത്. അടപ്പത്ത് ഉണ്ടാക്കിയില്ല. ഇങ്ങനെ ചേമ്പ് കുറച്ച് ഉപ്പിട്ടിട്ട് മഞ്ഞൾപ്പൊടിയും ഇട്ട് കുറച്ച് വെള്ളത്തിൽ വേവിക്കാൻ വെച്ചു. അത് വെന്ത് വരുമ്പോഴേക്കും ഞാൻ തേങ്ങ അരച്ചാണ്ടൊന്ന് കൂട്ടാൻ വയ്ക്കുന്നു. തേങ്ങ അരച്ച് വെക്കൽ കുറവാണ് ഇവിടെ. എല്ലാവർക്കും മുളക് ചാറ് വെക്കണൊക്കെയാണ് ഇഷ്ടം. എനിക്ക് എൻ്റെ വീട്ടിലൊക്കെ തേങ്ങ അരച്ച് വെക്കലാണ് പതിവ്. എനിക്കതാണ് ഇഷ്ടം. അപ്പോൾ ഇന്ന് എന്തായാലും തേങ്ങ അരച്ച് കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തേങ്ങയൊക്കെ ചിരകി, തേങ്ങയ്ക്ക് ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന തേങ്ങയുണ്ടാ. അങ്ങനെ തേങ്ങ ചിരകിയിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതൊക്കെ ആവശ്യത്തിന് നമ്മൾ എന്തോരം തേങ്ങ എടുക്കണം അതിന് ആവശ്യത്തിനിട്ട് എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ഇട്ടിട്ടോ, ലേശം കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ലോണം അരച്ചെടുക്കുക ചെയ്യുക. ഇവിടുത്തെ വലിയ ജാറ് കംപ്ലൈൻ്റ് ആയി. അപ്പോൾ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം എല്ലാം അതിലും തന്നെ ചെയ്യണത്. അത് ശരിയാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് നല്ലോണം വെണ്ണ പോലെ അരച്ചെടുക്കുക ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തേങ്ങ അരച്ച കറിയാണോ ഇഷ്ടം? ഓരോ സ്ഥലങ്ങളിൽ പിന്നെ തേങ്ങ അരച്ച കറി, തേങ്ങാപ്പാലൊഴിച്ച കറി, അങ്ങനെ മുളക് ചാറ് വെക്കലൊക്കെ ഉണ്ടല്ലോ, മീൻ പീര വെക്കൽ. അത് ചെയ്യുമ്പോൾ ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം വെന്തിട്ടില്ല, ഒരു പാതി വേവായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീട്ടിൽ തന്നെ ആയ ഇരുമ്പമ്പുളി ഉണ്ടായിരുന്നു. ഇരുമ്പമ്പുളി, ചെമ്മീൻപുളി എന്നൊക്കെ പറയും. ഇവിടെ ഇരുമ്പമ്പുളി എന്നാണ് പറയണത്. ഞങ്ങളുടെ അവിടെയൊക്കെ എറണാകുളം ഭാഗത്തൊക്കെ ചെമ്മീൻപുളി എന്നൊക്കെ പറയും. എൻ്റെ വീട് പറവൂരാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ചെമ്മീൻപുളി എന്നാണ് പറയാറ്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ചാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞു ചാളയാണ്, അപ്പം മുറിച്ചൊന്നും കൊടുത്തില്ല. അങ്ങനെ ചേർത്ത്, ചെറിയ ചാളയാണല്ലോ. അപ്പോൾ അത് ഇങ്ങോട്ട് ചേർത്ത് കൊടുത്ത്, ശരിക്കും പറഞ്ഞാൽ സ്പൂൺ വെച്ചൊന്ന് ഇളക്കാൻ എൻ്റെ അമ്മയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വഴക്ക് പറയും. സ്പൂൺ വെച്ചൊന്ന് ഇളക്കാനൊന്നും പാടില്ല എന്ന് പറയും. ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കണം എന്നൊക്കെ പറയും. ചെമ്മീൻ പുളിക്ക് അധികം പുളി കുറവാണ്. കാരണം ആയി വരണുണ്ടായിരുന്നുള്ളൂ ചെമ്മീൻ പുളി. കുറച്ച് പുളി കുറവാണെന്ന് എനിക്ക് തോന്നി കേട്ടോ. മീൻ കറിയല്ലേ, നല്ല പുളിയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ കുറച്ച് 2 കഷ്ണം കുടംപുളിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കറിവേപ്പില ചേർത്ത് കേട്ടോ, കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുത്തില്ല കേട്ടോ, കാരണം ആവശ്യത്തിന് എരിവ് ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികളും കഴിക്കണമല്ല, അപ്പം ഞാൻ പിന്നെ പച്ചമുളകായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായില്ല. മീൻ കറി തിളച്ച് വരുമ്പോഴുള്ള മണത്തിൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ. അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടായില്ല. വേഗം ഒന്ന് ഊണ് കഴിക്കാനായിട്ട് കൊതിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമുക്ക് താളിച്ചൊഴിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഇങ്ങോട്ട് നല്ലോണം മൂത്ത് വന്നപ്പോഴേക്കും അതിലേക്ക് ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തിട്ടാ. ഉലുവ വേണമെങ്കിൽ പൊട്ടിക്കാൻ, ഞാൻ എൻ്റെ പൊടി ഉള്ളതുകൊണ്ട് പൊടി ഇട്ടു. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ഇട്ടു. അപ്പോൾ നല്ലൊരു മീൻ കറിക്ക് നല്ലൊരു കളറായിരിക്കുമല്ലോ, മഞ്ഞയും ചുവപ്പും ഒക്കെ കൂടുതലൊരു കളർ. അപ്പോൾ അതങ്ങനെ താളിച്ചൊഴിച്ച് കൊടുത്തിട്ടാ. എൻ്റെ അമ്മ ഇതുപോലെയാണ് വെക്കണേ. അപ്പോൾ അമ്മ വെക്കണ അതേ ടേസ്റ്റ് തന്നെ എനിക്ക് കിട്ടി കേട്ടോ ഇതിൽ. മീൻ കറി വെച്ച് തരാൻ ആർക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, ഇപ്പം എല്ലാവർക്കും അറിയാം. എന്നാലും അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ വെക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് വെക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇവിടെ എല്ലാവർക്കും കൂടുതലും മുളക് ചാറ് വെക്കലാണ് കൂടുതലിഷ്ടം. തേങ്ങ അരച്ച് വെക്കണതിൽ വലിയ താല്പര്യം കാണിക്കാറില്ല. പക്ഷേ ഇത് വെച്ചപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമായിട്ടുണ്ടായി കേട്ടോ, അങ്ങനെ വെച്ചപ്പോൾ. അപ്പോൾ എനിക്കും മുളക് ചാറിനോട് വലിയ താല്പര്യമില്ല. അങ്ങനത്തെ നമ്മുടെ ചോറ് വിളമ്പി കുറച്ച് അധികം തന്നെ വിളമ്പിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മീൻകറി അങ്ങനെ ഒഴിച്ചു കൊടുത്തു. മീൻകറിയൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു ഊണായിരുന്നു കേട്ടോ. നല്ലോണം ആസ്വദിച്ച് തന്നെ കഴിച്ചു ഊണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണേ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.